നഗരസഭയിൽ ഉടലെടുത്ത ഭരണപ്രതിസന്ധി പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക്. കൗൺസിലർക്ക് മേൽ കാപ്പ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ഉടലെടുത്ത ഭരണപ്രതിസന്ധി പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക്. BJP ഭരണസമിതിയെ താഴെയിറക്കാൻ LDFും UDFും തമ്മിൽ സംയുക്ത അവിശ്വാസ പ്രമേയ ചർച്ചകൾ സജീവമാക്കി. സംസ്ഥാന നേതൃത്വങ്ങളുടെ പച്ചക്കൊടി ലഭിച്ചാൽ ഇരുമുന്നണികളും ചേർന്ന് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകും. തിങ്കളാഴ്ച നിർണായക കൗൺസിൽ യോഗം ചേരാനിരിക്കെയാണ് തലസ്ഥാന നഗരസഭയിൽ രാഷ്ട്രീയ നാടകങ്ങൾ മുറുകുന്നത്. ഇതോടെ BJP പ്രതിരോധത്തിലായി. കാപ്പയും സത്യപ്രതിജ്ഞാ വിവാദവും BJP കൗൺസിലറായ R. സുഗതനെതിരെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച കാപ്പ ഉത്തരവിന് ആഭ്യന്തര സെക്രട്ടറി ഔദ്യോഗികമായി അംഗീകാരം നൽകിയതോടെയാണ് BJP പ്രതിരോധത്തിലായത്. നിലവിൽ ജയിലിലുള്ള സുഗതന്റെ സത്യപ്രതിജ്ഞ അസാധുവാണെന്ന് കണ്ടെത്തിയതും ഭരണസമിതിക്ക് കനത്ത തിരിച്ചടിയായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അടിയന്തരമായി നീക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതേ ചൊല്ലി കഴിഞ്ഞ ദിവസം LDF നടത്തിയ പ്രതിഷേധം മേയർക്കടക്കം പരിക്കേറ്റ വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് അനിശ്ചിതമായി നീട്ടിവെച്ച കൗൺസിൽ യോഗമാണ് കനത്ത വിമർശനങ്ങൾക്കൊടുവിൽ നാളെ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കോർപ്പറേഷനിൽ നടക്കുന്നത് LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് BJP നേതൃത്വം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നഗരസഭയിലുണ്ടായ സംഘർഷങ്ങൾ ഇരുവിഭാഗവും ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നാടകമാണെന്നും കൗൺസിൽ യോഗത്തെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. വിശ്വാസം പാസ്സാകാൻ അംഗബലം തികയുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയ ചർച്ചകൾ സജീവമാണെങ്കിലും കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനില ഇരുമുന്നണികൾക്കും വെല്ലുവിളിയാണ്. ഭരണമാറ്റത്തിന് കേവല ഭൂരിപക്ഷമായ 51 തികയ്ക്കണമെങ്കിൽ BJP പാളയത്തിൽ നിന്ന് ഒരു വോട്ടെങ്കിലും പ്രതിപക്ഷത്തിന് അനുകൂലമായി ലഭിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ അവിശ്വാസം പാസ്സായാൽ അടുത്ത മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ ഇരുമുന്നണികളും എങ്ങനെ പങ്കിടണമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നാളത്തെ കൗൺസിൽ യോഗം നഗരസഭയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.